ഉപാസന ബലം ലിതേഷ് പരമേശ്വർജി അബാക് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. വളരെ വർഷങ്ങൾ കൊണ്ട് ജ്യോതിഷവും തന്ത്രശാസ്ത്രവും കൈകാര്യം ചെയ്യുന്ന അങ്ങേക്ക് സ്വാഗതം. എന്താണ് ഉപാസന ബലം? ഓരോ ജ്യോതിഷന്മാരും ഓരോ ദൈവജ്ഞന്മാരും പല പല ഉപാസനാ രീതികൾ കൈക്കൊള്ളാറുണ്ട്. അതിൽ ഇപ്പോൾ സാധാരണ ഒരു ജാതകൻ ഇപ്പോൾ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് വരുന്നു, വേറെ ഡേറ്റ് ഹൗസ് ഒന്നുമില്ല, ജനിച്ച ഡേറ്റ് ഇല്ല, സമയമില്ല, പ്ലേസ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പ്രശ്നശാസ്ത്രേണ സ്വാഭാവികമായിട്ടും ഒരു ജ്യോതിഷൻ അദ്ദേഹത്തിന് സമയമെടുക്കാറുണ്ട്. അതിനുമപ്പുറം കഴിവുള്ള ജ്യോതിഷന്മാർ നിമിത്ത ശാസ്ത്രത്തെയും ഉൾപ്പെടുത്താറുണ്ട്. ഇത് രണ്ടിനെയും ബലപ്പെടുത്തുന്നതിന് വേണ്ടി പല ഉപാസനാമൂർത്തികളെ പൂർണ്ണമായിട്ടും സ്വാംശീകരിക്കാറുണ്ട്. എന്താണ് ഈ ഉപാസനാമൂർത്തികളെ കൊണ്ട് എങ്ങനെയാണ് ഒരു ജ്യോതിഷൻ പൂർണ്ണമായിട്ടും ഒരു ജാതകനെ പറ്റി തിരിച്ചറിയലുണ്ടാകുക? ഒന്ന് പറയാമോ? ഉപാസനാബലം കൊണ്ടാണ് നമ്മളൊരു വിധത്തിൽ ജ്യോതിശാസ്ത്രത്തിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റുക. അതെ അതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തന്നെ ജ്യോതിഷത്തിൽ ഇപ്പോൾ പ്രശ്നമാർഗത്തിൽ തന്നെ ഉദ്ധായോഷസി ദേവതാം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതെ, തന്ത്രശാസ്ത്രത്തിൽ അതെ നൈപുണ്യനായിരിക്കണം അതെ എന്നുള്ളൊരു അനുശാസനം അവിടെ തന്നെ നമുക്ക് കാണാം. അതെ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്യുറസിയുടെ പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ജ്യോതിഷത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഇൻഡെപ്തിൽ ഇപ്പം നമ്മൾ പൊതുവേ വരാഹമിഹിരൻ്റെ ഹോര ആണ് പൊതുവേ നമ്മൾ ഫോളോ ചെയ്ത് കാണാറ്. ഇതിനു മുമ്പ് ശംഭുമുനിയുടെ ഹോരയുണ്ട്, ശംഭുഹോര, പരാശര ഹോര, ഗൗരീ ജാതകം. അതായത് ഗൗരീ ജാതകത്തിനകത്തൊക്കെ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്നത് മാതൃകാരകൻ, മനസ്സിൻ്റെ കാരകനൊക്കെയാണല്ലോ. അപ്പം മനസ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഈ ചന്ദ്രൻ്റെ ഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഡെപ്തിൽ അനലൈസ് ചെയ്യുന്ന ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം പ്രാചീനമായിട്ടുള്ള കുറേ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ ഇന്ന് നമ്മൾ പലരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പം അതിനകത്ത് ഇപ്പം നമ്മൾ പൊതുവേ ഞാനങ്ങനെ പറയുകയല്ല, എന്നാലും എല്ലാവരും പ്രശ്നമാർഗമാണ് അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കാണുന്നത്. അത് വോളിയംസ് പഠിച്ചിരിക്കുക, അതിൽ ചില അധ്യായങ്ങൾ മാത്രം പഠിച്ചിട്ട് പ്രശ്നം വയ്ക്കുന്ന ക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ആക്യുറസിക്കൊക്കെ ബുദ്ധിമുട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇതൊരു ശാസ്ത്രമാണെങ്കിൽ അതിന് കൃത്യമായി അനലൈസ് ചെയ്യുന്ന രീതികളും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാളുടെ ജന്മം കണക്കാക്കിയെടുക്കുക, ജാതകത്തിൽ അങ്ങനെയല്ല നമ്മൾ പറയുക, ജനിച്ച സമയത്ത് ഒന്ന് അങ്ങോട്ടോ മാറിയാൽ ഫുള്ള് മാറിപ്പോയി എന്നല്ലേ പറയാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഇതിന് തന്നെ പല അഭിപ്രായങ്ങളും ഉണ്ട്. അതായത് കുട്ടിയുടെ തല ആദ്യം പുറത്തേക്ക് വരുന്നത്, പൊക്കിൾ കൊടി മുറിക്കുന്നത്, കുട്ടി ആദ്യം കരയുന്നത്, കുട്ടി ചവിട്ടുന്നത്, ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ പലരും പറയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ ഇത് കൃത്യമായി എടുക്കാൻ പറ്റും? പക്ഷേ ഇതിനകത്ത് ഒരാളുടെ ജന്മം കണക്കാക്കാൻ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രാണൻ്റെ സഞ്ചാരത്തിൽ ഈ ശരത്തിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ദേവതയെ ആവാഹിച്ച് പുറത്തേക്ക് വെക്കുക. അപ്പം നമ്മുടെ അടുത്തേക്ക് ഒരു വ്യക്തി ഒരു പ്രശ്നം നോക്കാൻ വേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് നമ്മുടെ പ്രാണനുമായി കണക്ട് ചെയ്യാൻ കഴിയണം. അതിന് ഉപാസനാബലം വേണം. ഇതിൽ എല്ലാ ജ്യോതിഷന്മാർക്കും കൃത്യമായിട്ട് നവഗ്രഹോപാസന മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം. ശരിയാണ്. അത് ജസ്റ്റ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യായ നമഃ, ചന്ദ്രായ നമഃ എന്നൊക്കെ ഇങ്ങനെ ജപിച്ച് പോവുക എന്നുള്ളൊരു ക്രമമാണ്. കൃത്യമായിട്ടുള്ള ഉപാസനാ ക്രമങ്ങൾ പല ജ്യോതിഷന്മാരുടെ അടുത്തുനിന്ന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം തന്ത്രമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ദേവതയുടെ സാധനകൾ, പൂജകൾ, ഹോമങ്ങൾ, കാര്യങ്ങൾ, അതിൻ്റെ കൃത്യമായ ന്യാസത്തോടു കൂടിയുള്ള ജപം, മറ്റു കാര്യങ്ങൾ. പിന്നെ ഇതേപോലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ദേവതകളുണ്ട്, നമുക്ക് ചില കാര്യങ്ങളെല്ലാം അറിയാൻ സഹായിക്കുന്ന, നമുക്ക് കാര്യങ്ങൾ വിഷനെല്ലാം ക്ലിയറായി കിട്ടാൻ സഹായിക്കുന്ന ചില ദേവതാ വിധാനങ്ങൾ. അത്തരത്തിലുള്ളതൊക്കെ നമുക്ക് പൂർവികമായിട്ട് നമ്മുടെ ഗുരുക്കന്മാർ പകർന്നു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പൂർവികമായ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഗുരുക്കന്മാരെല്ലാം അത് പകർന്നു തന്നെ. അപ്പം അങ്ങനെ കൃത്യമായി ഉപാസനാ ബലമുള്ള ഒരു ജ്യോതിഷൻ്റെ അടുക്കെ ചെന്നാൽ വരുന്ന വ്യക്തിക്ക് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിമിത്തങ്ങളും അദ്ദേഹം വന്നിരിക്കുന്ന രാശികളും എല്ലാം ഇത് ഈ ദേവത തന്നെ ഹാൻഡിൽ ചെയ്തോളും. അതായത് അദ്ദേഹം ഉപാസിക്കുന്ന ദേവത തന്നെ ഇത് ഹാൻഡിൽ ചെയ്ത് കറക്റ്റായിട്ട് വരും. ചില ആൾക്കാർക്ക് ഇപ്പം നമുക്കൊക്കെ ഇപ്പം ചില സമയത്ത് ചില ആൾക്കാരുടെ പേരുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. ശരി. അത് നമ്മൾ പർപ്പസ്ഫുള്ളി ഇത് കിട്ടണമെന്ന് വിചാരിച്ചിരുന്നാൽ കിട്ടുന്നൊരു സാധനവുമല്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അത് ഒരു പരീക്ഷണാർത്ഥം നമുക്ക് എടുത്തു വെച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു കണക്ഷൻ. അപ്പോൾ ഇത്തരത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് കൃത്യമായി നമുക്ക് അവരുടെ പൂർവികമായിട്ടുള്ള വിഷയങ്ങൾ, ഇത്തരത്തിൽ ജാതകവശാലുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പം പൊതുവേ നമുക്ക് യോഗങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കാളസർപ്പം രാഹുകേതുക്കൾക്കിടയിൽ അല്ലേ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ കാളസർപ്പയോഗം. പക്ഷേ എല്ലാ കാളസർപ്പയോഗവും പ്രശ്നമാണോ? കാളസർപ്പയോഗം തന്നെ പല വിധത്തിലുണ്ടല്ലോ. ശേഷനാഗൻ, ശങ്കൻ, തക്ഷകൻ, കാർകോടകൻ, ഇങ്ങനെ തുടങ്ങിയ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്
കാളസർപ്പയോഗങ്ങളുണ്ട്. ഇതിൽ ചില കാളസർപ്പയോഗങ്ങൾ നല്ലതാണ്, എല്ലാ കാളസർപ്പയോഗവും പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. പക്ഷേ രാഹുകേതുക്കൾക്കിടയിൽ ഗ്രഹങ്ങളെ കാണുന്നില്ല എന്നാൽ ഉടനെ കാളസർപ്പയോഗമാണ്, നേരെ നമുക്ക് കാളഹസ്തിക്ക് പോവാം എന്നുള്ള രീതിക്കാണ് പരിഹാരം പറയുന്നത്. അപ്പം ഇതിൽ ഡെപ്തിൽ ഈ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മളെ അനലൈസ് ചെയ്യുന്നിടത്ത് ഈ ബുദ്ധിമുട്ടുണ്ടാകും. ശരി, കൃത്യമായി ഈ ഒരു ശാസ്ത്രത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി നമുക്ക് കാര്യങ്ങൾ അറിയാനും പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായ ഉപാസനാബലം വേണം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ദേവതകൾ ഇത്തരത്തിൽ പ്രശ്നവശാൽ ഇരിക്കുമ്പോൾ നമുക്കതിനാവശ്യമായിട്ടുള്ള അത് നമ്മുടെ ഗുരുപരമ്പര അനുശാസിച്ച വിധാനത്തിൽ നമ്മളതിനെ ഉപാസിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ഫലം കണ്ടെത്താനും പറയാനും ഒക്കെ പറ്റും. പിന്നീട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ശാസ്ത്രത്തിൽ നല്ല നൈപുണ്യത വേണം. ഇപ്പോൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് മസ്റ്റായിട്ടും തന്ത്രശാസ്ത്രത്തിലും നല്ല നോളജ് വേണം. കാരണം ഇപ്പോൾ നമ്മൾ മെഡിസിൻ്റെ പേരൊന്നും അറിയാൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇതിൽ ഏത് മന്ത്രം ഉപയോഗിച്ച് ഇതിന് പരിഹാരം ചെയ്യണം, ഇത് ഏതൊക്കെ മന്ത്രവിധാനങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നല്ല നോളജ് ഒരു ദൈവജ്ഞൻ ഉണ്ടെങ്കിലാണ് കൃത്യമായിട്ട് നമുക്ക് വരുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ പരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത്തരത്തിലല്ലാതെ പോകുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ ഇപ്പം കാണുന്നുണ്ട്. ഇപ്പം പലരിടത്തും പോയിട്ടായിരിക്കും അവസാനം നമ്മളെടുത്ത് വരിക അല്ലേ, അങ്ങനെയാണ് പൊതുവേ എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പം അതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഏതൊരു ജ്യോതിഷനായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് താങ്കളുടെ അടുത്ത് വരുന്നത്. ഇനി ആ ആളുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ആളുടെ അടുത്ത് പോയിട്ടും പറയും ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് താങ്കളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു തുടർച്ചയായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഈ പ്രശ്നചിന്തനം എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം കറക്റ്റായി വന്നാൽ മാത്രമല്ലേ നമ്മുടെ ഈ പ്രശ്നം കറക്റ്റാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നം ചിന്തിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ പറഞ്ഞ പോലെ അതിനെ സ്ഫുടം ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള നോളജ്, അതേപോലെ നമ്മുടെ ഉപാസനാബലം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരാനും അതിനെ നമുക്ക് അറിയിക്കാനും കഴിവുള്ള ദേവതാവിധാനങ്ങൾ, അത് വെറുതെ നമ്മൾ എന്തെങ്കിലും എടുത്ത് ഉപാസിക്കുകയല്ല, പൂർവികമായിട്ട് ഗുരുക്കന്മാരുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻസോട് കൂടി തന്നെ അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ജ്യോതിഷത്തിൽ ഒരു പൂർണ്ണ ഫലം കണ്ടെത്താൻ പറ്റുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. വളരെ സന്തോഷം. അതായത് ഒരു പൂർവികന്മാരുടെ ഒരു ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മളൊരു ഉപാസന എടുക്കുകയാണെങ്കിൽ 100% ഉപാസന ദേവത നമ്മളെ സംരക്ഷിക്കും. ഇതൊരു അനലൈസിങ്ങിന് വേണ്ടി മാത്രമാണ് അല്ലേ. ഒരാൾ വരുന്ന സമയത്ത് എന്തിനാണ് എന്നുള്ളതാണ്. ഒരു ഉപാസന ദേവത നമ്മളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇതൊരു പോർഷൻസ് മെയിനായിട്ട് നമുക്ക് വേണ്ടൊരു ബാക്ക് ബോൺ, ആസ് എ ജ്യോതിഷൻ നമുക്ക് വേണ്ടൊരു ബാക്ക് ബോൺ ആണത്. ഇപ്പുറത്തെ ഭാഗം നിൽക്കുന്ന സമയത്ത് അവിടെയാണ് ഈ പറയുന്ന കോൺട്രവേഴ്സി എപ്പോഴും വരുന്നത്. ഒരു ജ്യോതിഷനെ ആദ്യമായിട്ട് എന്താ പറയുക എടുക്കുന്നത് അവരുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഭവമാണ് ഈ പറയുന്ന പഞ്ചാംഗം. പഞ്ചാംഗം ഓരോ സ്ഥലങ്ങളിലും ഓരോ പഞ്ചാംഗമാണ്. കേരളം നോക്കുമ്പോഴുള്ള പഞ്ചാംഗമല്ല, തമിഴ്നാട് കൃഷ്ണ പഞ്ചാംഗമുണ്ട്, പാമ്പ് പഞ്ചാംഗമുണ്ട്, ഇപ്പോൾ നമ്മൾ ഹുണ്ടിക്കുപ്പൽ പഞ്ചാംഗമുണ്ട്, കർണാടക നോക്കുകയാണെങ്കിൽ ഈ ഓരോ പഞ്ചാംഗത്തിൻ്റെയും കാൽക്കുലേഷൻ തികച്ചും വ്യത്യസ്തമാണ്. പക്ഷേ ഈ സാധാരണപ്പെട്ട ഒരാൾ ഇപ്പോൾ എന്താ പറയുക ഒരു അമ്മയും അച്ഛനും ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവുന്ന കുട്ടികളെ കുറിച്ചായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.